Have you seen any wild animals when you come here? We saw one elephant on the drive-in. മൂന്ന് ടൈപ്പ് ഓഫ് ട്രക്കിംഗ് റൂട്ട് നമ്മുടെ ഈ KFDC ഗവി എക്കോ ടൂറിസം ഞങ്ങളുടെ എക്കോ ടൂറിസത്തിലുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എപ്പോഴത്തേയും പോലെ ഇന്നത്തെ വീഡിയോയും ശബരിമലയിൽ കൂടി ഒരു നൈറ്റ് റൈഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നൈറ്റ് ശബരിമല കറങ്ങിയിട്ട് രാവിലെ നേരെ ഗവിയിലോട്ടാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം. ഒരുപാട് ആനിമൽ സൈറ്റിങ്ങും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു അഡ്വഞ്ചർ വീഡിയോ അല്ല കേട്ടോ ഇന്ന്. സാധാരണ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, രാത്രി ഒരു 2 മണി 12 മണിക്കൊക്കെ സമയത്ത് വനപാതയിലൂടെ യാത്ര ചെയ്താണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം വെളുപ്പിന് ഒരു 4 മണി ആകാറായിട്ടുണ്ട്. ഇന്ന് ശബരിമല വനപാത വഴി ഗവിയിലോട്ടാണ് നമ്മുടെ യാത്ര. ഗവിയിലെ ഒരു 1 ഡേ പാക്കേജ് എന്ന് വെച്ചാൽ നമുക്ക് വെക്കേഷൻ സമയത്തൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പാക്കേജ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം. ഇപ്പം ഞാനീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പ്ലാപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലാണ്. ഈ വരുന്നത് കണ്ടോ, ഇത് നാട്ടുപോത്താണ്. കഴുത്തിൽ കയറും മണിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഈ ഉൾക്കാട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വീടോ ഒന്നുമില്ലാത്തൊരു ഏരിയയിലാണ് ഇപ്പം ഞാൻ ഉള്ളത്. പക്ഷേ ഇത് എവിടെ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് അറിയത്തില്ല. ആദ്യം ഒന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ച് എന്തുവാണ് വരുന്നതെന്ന് അറിഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് അത് നാട്ടിലെ സാധാരണ പോത്തായിരുന്നെന്ന്. അങ്ങനെ പിന്നെ മുന്നോട്ടുള്ള യാത്രയിലാണ് കുറച്ച് മ്ലാവുകൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തത്. പിന്നെ മ്ലാവുകളെയൊക്കെ കണ്ട് റോഡിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ വേറെ ഫീമെയിലായിട്ടുള്ള കുറച്ച് മ്ലാവുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മണ്ഡലകാലം അല്ലാത്തപ്പോൾ നമ്മളെപ്പോൾ ഇതുവഴി വന്നാലും ഇഷ്ടം പോലെ മ്ലാവുകളെ കാണാം. ഈ റോഡിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന മ്ലാവായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആനക്കൂട്ടം കാണാം. ലാഹ സൈഡിലോട്ടൊക്കെ എത്താറാകുമ്പോഴത്തേക്കും ഒരു കൊമ്പനെ അവിടെ സ്ഥിരമായിട്ട് കാണാറുണ്ട്, ഒരു കാട്ടുപോത്തിനെ അവിടെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇതേ അതാണ് ഈ കാട്ടുപോത്ത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ കാട്ടുപോത്ത് തന്നെ ആയിരുന്നു, പക്ഷെ സ്ഥലം ഇതല്ലായിരുന്നു എന്നേ ഉള്ളൂ. ഇതിവിടെ സ്ഥിരമായിട്ട് കാണാറുള്ളൊരു കാട്ടുപോത്താണ്. ആ ഒരു അക്രമകാരി അല്ല അത്. നമ്മൾ അങ്ങോട്ട് കയറി ചൊറിയാൻ ചെല്ലാതിരുന്നാൽ മതി. നമ്മൾ വണ്ടി മാറ്റി നിർത്തി കൊടുക്കാമെങ്കിൽ സൈലൻ്റായിട്ട് നിന്ന് പുല്ല് കഴിച്ചോളും. ഇപ്പം നിങ്ങൾക്ക് ഈ കാട്ടുപോത്ത് തല ഉയർത്തിയിട്ട് ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുന്ന കാണാം. അപ്പോഴാണ് എനിക്കൊരു മൃഗത്തിൻ്റെ ശ്രവണശക്തി എന്താണെന്ന് മനസ്സിലായത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു ബസ് ഇപ്പോൾ ഏകദേശം അതൊരു 2 കിലോമീറ്റർ അകലെയായിരിക്കും. ഒരു ബസ് വരുന്നുണ്ട്. അതിൻ്റെ ശബ്ദം എനിക്ക് പോലും കേൾക്കാൻ വയ്യ. പക്ഷേ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളറിയുന്നുമില്ല ബസ് വരുന്നുണ്ടെന്ന്. പക്ഷെ ബസ് അടുത്തെത്തി ഇത് കയറിപ്പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്തുകൊണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതെന്ന്. ആ ബസ് അടുത്ത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കണ്ടതെങ്കിലും കാട്ടുപോത്തിന് അത് മുൻകൂട്ടി അറിയാൻ പറ്റി ഏതോ ഒരു വലിയ വാഹനം വരുന്നുണ്ടെന്ന്. നോക്കിക്കേ, അതിൻ്റെ നിപ്പ് നോക്കിക്കേ. ഞങ്ങളെ കണ്ടിങ്ങനെ നിൽക്കാനായിരുന്നേ അതിന് തുടക്കത്തിലേ നിൽക്കായിരുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ കാറായതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാതെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ നിന്നപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു, ഇനി എൻ്റെ വണ്ടിക്ക് നേരെ വല്ലതും വരാനാണോ എന്ന്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് വലിയ വണ്ടി വരുന്നതുകൊണ്ടായിരുന്നു അതങ്ങനെ ശ്രദ്ധിച്ച് നിന്നേന്ന്. ഇതിപ്പോൾ നിങ്ങൾക്കൊരു വെളിച്ചം കയറി വരുന്ന കണ്ടോ സ്ക്രീനിലോട്ട്, അത് അവിടെ നിന്ന് വരുന്ന വണ്ടിയുടെ വെട്ടമാണ്. ആ വെട്ടം കണ്ടിട്ട് ഇപ്പോൾ ഈ കാട്ടുപോത്ത് പതുക്കെ കയറിപ്പോവും. ഈ ഒരു ഏരിയയിൽ തന്നെ 2 കാട്ടുപോത്തിനെ കാണാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് ബ്രൗൺ ഷെയ്ഡല്ലേ. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ കണ്ടതൊരു നല്ല ബ്ലാക്ക് ആയിട്ടുള്ളൊരു കാട്ടുപോത്തിനെയാണ്. ഇവരെ രണ്ടിനെ ഞാൻ 2 വട്ടം ഇവിടെ കണ്ടിട്ടുണ്ട്. ഇനി മണ്ഡല മഹോത്സവം ആരംഭിക്കാൻ 3-4 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഇനി മൊത്തം ഈ റോഡിൽ വാഹനങ്ങളും തിരക്കും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇനി എൻ്റെ ഇവിടുത്തെ വീഡിയോ പിടുത്തമൊക്കെ ഇനി ഈ മണ്ഡലകാലം കഴിഞ്ഞ് മകരവിളക്കൊക്കെ കഴിഞ്ഞേ കാണുള്ളൂ. എൻ്റെ കഴിഞ്ഞ നിലക്കൽ പള്ളിയിലെ വീഡിയോക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സപ്പോർട്ട് കിട്ടിയത്. ഒരുപാട് സന്തോഷം. ഈ ചാനൽ തുടങ്ങുമ്പോഴൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂസും സപ്പോർട്ടും ഒന്നും വരുമെന്ന്. ആ ബസ് കണ്ടപ്പോഴത്തേക്കും അത് കയറിപ്പോയത് കണ്ടോ. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ രാത്രി ഇത്ര റിസ്ക് ഒക്കെ എടുത്ത് വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് 1000-2000 വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോക്ക് ഒരുപാട് ലൈക്സും കമൻറ്റും എല്ലാം വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അങ്ങനെ കാട്ടുപോത്തിനെയൊക്കെ കണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. പക്ഷേ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പത്തനംതിട്ടയിലെ ആങ്ങമൂഴി സൈഡ് വഴിയല്ല ഗവിയിലോട്ട് പോണത്. വണ്ടിപ്പെരിയാർ ചെന്നിട്ട് അവിടുത്തെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഗവിയിലോട്ട് പ്രവേശിക്കുന്നത്. കാരണം ഞാൻ ഇവിടുത്തെ പാക്കേജാണ് എടുത്തത്. ഈ പാക്കേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ വീഡിയോക്ക് പുറകെ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് ഇവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് കേട്ടോ. നമ്മൾ വള്ളക്കടവ് കയറുമ്പം തന്നെ ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്.
അപ്പോൾ ആ വഴി തന്നെ കണ്ടില്ലേ, എന്താ രസം, എന്താ ഭംഗി. അത് രാവിലത്തെ ആ ഒരു 8 മണിക്കത്തെ ആ ഒരു ഗോൾഡൻ ലൈറ്റും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് 20 കിലോമീറ്റർ പെരിയാർ ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ ഗവി ശബരിഗിരി ഡാമിലെത്താൻ. ആ ഡാമിൻ്റെ അവിടെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ആ ഓഫീസിൽ ചെന്ന് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് 3 നേരത്തെ ഫുഡ്, ചായ എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ ഈ ഒരു പാക്കേജിൽ. പിന്നെ അതിൻ്റെ കൂടെ ട്രക്കിങ് വരുന്നുണ്ട്, ബോട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ വീഡിയോ ഒക്കെ കുറേ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അടുത്ത വെക്കേഷന് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്നോട് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞത് ഈ റോഡിൽ ഇന്നലെ മുഴുവൻ ആനകളായിരുന്നു. പക്ഷേ ഇന്ന് ആനയെ റോഡിൽ കണ്ടതായിട്ട് ഇതുവരെക്കും അവർക്ക് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും സൂക്ഷിച്ച് പോകണം. കാര്യം നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് ഗവിയിലോട്ട് പോകുന്നത്. സാധാരണ മുമ്പൊക്കെ എല്ലാവരും ഗവിയിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി വണ്ടിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആങ്ങമൂഴി സൈഡിൽ നിന്ന് കയറി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ഇറങ്ങുക. വണ്ടി അവിടെ നിർത്താനൊന്നും പറ്റൂല, കയറി ഇപ്പുറത്ത് കൂടി കയറി അപ്പുറത്ത് ഇറങ്ങുക. അതായിരുന്നു ഓപ്ഷൻ. ഇപ്പം നമുക്ക് ഗവിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സ്റ്റേ ഉണ്ട്, അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് KFDCയുടെ സൈറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. ഞാൻ അങ്ങനെ KFDCയുടെ സൈറ്റിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 1700 രൂപ ആയി. നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണുമല്ലോ, ഗവിയിൽ ഒരു വാച്ചറെ കടുവ പിടിച്ചു എന്ന്. ഞങ്ങളിവിടെ വന്ന് 3ാമത്തെ ദിവസമാണ് ആ സംഭവം ഉണ്ടായത്. ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ ഫൈനലി നമ്മൾ ഗവി ഡാം എത്തി. ഈ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ അവിടെ കൊണ്ട് ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗൈഡ് അവിടെ വരും. നമുക്കിപ്പോൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കായിട്ടൊരു ഗൈഡിനെ അവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് അവിടെ വരും. ഗൈഡ് വന്നിട്ടാണ് നമ്മൾ കാടിനുള്ളിലോട്ട് ഒരു ഷോർട്ട് ട്രക്കിങ്ങിന് പോകും. ഒരു ചെറിയൊരു ട്രക്കിങ്. ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റും മറ്റും വരുന്നത്. ഇവിടെ ഈ തൂങ്ങിക്കിടക്കുന്ന പൂക്കൾ കണ്ടോ? ഈ പൂക്കളിൽ ഫുൾ ടൈം ഓരോ ബേഡ്സ് ആയിരിക്കും. പല ടൈപ്പ് കിളികളാണ്. ഇവിടെ പ്രത്യേക ഒരു സൗണ്ടും. കുറച്ച് നേരം ഇവിടെ നമ്മൾ നിന്ന് പോകും ഇതൊക്കെ കണ്ട്. പക്ഷെ ഇവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവരൊരു പൂവിൽ അടങ്ങിയിരിക്കത്തില്ല. നമ്മൾ ക്യാമറ എടുത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ അടുത്തതിലോട്ട് ചാടിപ്പോകും. എന്നിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഇവരുടെ ഓരോ ക്ലിപ്സും പിടിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൗണ്ടും എല്ലാം ഒന്ന് ആസ്വദിക്കാം. ഓർഡിനറി എന്ന് പറയുന്ന മലയാള സിനിമ ഗവിയെ ആസ്പദമാക്കിയാണല്ലോ. പക്ഷേ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതിൽ 1-2 സീൻ മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വാഗമണ്ണും കുറ്റിക്കാണത്തുമാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്ത് ഭംഗിയല്ലേ ഈ പൂക്കൾ കാണാൻ. ഈ ഫ്ലവർ എവിടെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് വീടിൻ്റെ മുറ്റത്ത് വാങ്ങിച്ചു വെക്കായിരുന്നല്ലേ. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും വീടിൻ്റെ മുറ്റത്ത് നിറയെ കിളികൾ തേൻ കുടിക്കാൻ വന്നിരിക്കുന്നതൊക്കെ മനസ്സിന് എന്ത് കുളിർമയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇങ്ങനൊരു ഫ്ലവർ. ഇതിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പലതരത്തിലുള്ള കിളികളാണ്. അപ്പം നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ ചെന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇഡലിയും ചമ്മന്തിയും, ദോശ, ചമ്മന്തി, പുട്ട്, കടലക്കറി, അങ്ങനെ പല പല വിഭവങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. ഇതൊക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ വേഗം തന്നെ കഴിക്കണമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. ഗൈഡ് അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഗൈഡിൻ്റെ പേര് വർഗീസ് എന്നാണ്. കാര്യം പുള്ളിക്കാരനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ നേരെ നമ്മൾ ഗൈഡിൻ്റെ അടുത്തോട്ട് പോവുകയാണേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഒരു ഷോർട്ട് ട്രക്കിംഗ് ആണ്, എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ട്രക്കിംഗ് ആണ്. ട്രക്കിങ്ങിന് മുമ്പേ തന്നെ നമുക്കൊരു മ്യൂസിയം വിസിറ്റ് ചെയ്യാനുണ്ട്. മ്യൂസിയത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഗൈഡ് വർഗീസ് ചേട്ടൻ പറഞ്ഞു തരും. ബോഡി വെയിറ്റ് എന്ന് പറയപ്പെടുന്ന 5 ടണ്ണാണ്. അപ്പോൾ 5 ടണ്ണ് ഭാരമുള്ള ഒരു ആന നിൽക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല. ആന നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആനയൊക്കെ എപ്പോഴും ഒരു സൈഡിൽ ചെരിഞ്ഞേ നിൽക്കത്തുള്ളൂ, ഇങ്ങനെ ചായ്വിലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പുറകിലത്തെ കാലിന് പൊക്കക്കുറവും ഫ്രണ്ടിലെ കാലുകൾക്ക് പൊക്കക്കൂടുതലുമാണ്. കാരണം ഈ 5 ടൺ ഭാരമുള്ള ആന അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അതിന് ശകലം കട്ടി കൂടുതലും കൂടെ ഉണ്ടാകും. അപ്പോൾ സാധാരണഗതിയിൽ ആനകൾ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, ഒരു കാലിങ്ങനെ മടക്കി കുത്തിയേ നിൽക്കത്തുള്ളൂ, കണ്ടിട്ടുണ്ടോ? അപ്പം ആ ഒരു കാല് ബാലൻസ് ചെയ്യുന്ന സമയം ഈ കാലിന് വേദനയോ അല്ലെങ്കിൽ ഇൻ കേസ് അതിന് വെയിറ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അടുത്ത കാല് ഫ്രീ ആക്കി അതിലോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനകൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ 5 വർഷത്തിലൊന്നേ ആന പ്രസവിക്കത്തുള്ളൂ. അതിൻ്റെ ഗർഭകാലം എന്ന് പറയപ്പെടുന്നത് 22 മാസമാണ്. കാരണം ഈ ആനകൾ ശരിക്കും പറഞ്ഞാൽ ആനകൾ എല്ലാ വർഷവും ഇങ്ങനെ പെറ്റ് പെരുകി പോയാൽ നമുക്കിവിടെ ആർക്കും ജീവിക്കാൻ പറ്റുകയില്ല. കാരണം ഇവർക്ക് ഒരുപാട് ഫുഡിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്തിൽ കയറി ഉള്ള നമ്മൾ കൃഷിഭൂമിയെല്ലാം നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ് ടു എക്കോ സിസ്റ്റമാണ്. അതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്. പിന്നെ ആ 5 വർഷം വരെ ഈ കുഞ്ഞിനെ ഈ തള്ള പോറ്റിങ്ങിനെ കൊണ്ട് നടക്കും.
പിന്നെ അത് 5 വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു ജനറേഷനെ കുറിച്ച് അവർ ചിന്തിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആനയുടെ കളർ പ്യൂർ ബ്ലാക്കാണ്. നമ്മൾ പൊതുവേ ഒരു കാട്ടിലെ ആനയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മഡി കളറാണ്, ബ്രൗൺ കളറാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എക്സാമ്പിളിന് വിദേശികൾ, അവർക്ക് സാധാരണഗതിയിൽ സൂര്യൻ്റെ ചൂട് ഉൾക്കൊള്ളാനുള്ള ശേഷി അവരുടെ സ്കിന്നിനില്ല. അവരുടനെ ഉള്ള സൺക്രീമൊക്കെ എടുത്തിട്ട് സൺപാത്ത് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയം അവരുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ആനകളും അവരുടെ ബോഡിയിലെ ചൂട് ഒഴിവാക്കാനും പിന്നെ അതുപോലെ തന്നെ അവർ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അവർ മഡ് ബാത്ത് ചെയ്യുന്നത്. ആ സമയം ആനകൾ ഇങ്ങനെ കുറേ നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് ദേഹത്തിൽ കൊള്ളുമ്പോൾ മണ്ണിൻ്റെ അകത്തുള്ള ഇൻസെക്റ്റുകൾ ശരിക്കും ദേഹത്തിൽ കൂടി ഇഴഞ്ഞ് ഇങ്ങനെ ഊർന്നു പോകും. അപ്പോൾ ചൊറിയാൻ ഭയങ്കര ചൊറിച്ചിലെടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളാണെങ്കിൽ എന്തെങ്കിലും കൊതു കടിച്ചാൽ നമ്മൾ കൈ കൊണ്ട് ചൊറിയും. ആനകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൊറിയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ആനകൾ നമുക്ക് കാണാൻ പറ്റും മരത്തിൻ്റെ സൈഡ്, അതുപോലെ തന്നെ റോഡിൻ്റെ കട്ടിങ് ഭാഗങ്ങൾ, അവിടെയെല്ലാം ആനകൾ റബ്ബ് ചെയ്യും. അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയമാണ് ഇതിൻ്റെ ബോഡിയിലോട്ട് ഈ കളറ് ബ്രൗൺ ഫുള്ളും സ്പ്രെഡായി പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് കാഴ്ചശക്തി കുറവാണ്. കാരണം 30 മീറ്റർ ദൂരത്തിൽ എന്തുണ്ടെങ്കിലും കാണാൻ പറ്റും. പക്ഷേ ഏകദേശം അവർക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എന്തും തിരിച്ചറിയാനുള്ള സെൻസിറ്റീവ് പവർ ആനകൾക്ക് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവ് വനത്തിൻ്റെ അകത്താണ് ഗവി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 925 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവാണ് പെരിയാർ വന്യജീവി കേന്ദ്രത്തിലുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് മോർ ദൻ 1000 എലിഫൻസ് ആണ് ടോട്ടൽ നമുക്കിവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ വനത്തിൽ കടുവയുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്, അതുപോലെ തന്നെ മ്ലാവ്, കാട്ടുപോത്തുകൾ, കരടി, ഇങ്ങനെ എല്ലാ മൃഗങ്ങളും ഉള്ള ഒരു വനമേഖലയാണ് നമ്മുടെ പെരിയാർ സെഞ്ച്വറി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് കാണുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം കാട്ടുപോത്തിൻ്റെ തലയോടുകളാണ്. ഇതുണ്ടോ? ഇതെല്ലാം കാട്ടുപോത്തിൻ്റെ തലയോടാണ്. അപ്പുറത്ത് കാണുന്നത് ആൺകാട്ടുപോത്തിൻ്റെ തലയോടും തൊട്ടടുത്ത് കാണുന്നത് പെണ്ണിൻ്റെയും. അപ്പം ഇത് രണ്ടും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ കൊമ്പ് ഇങ്ങനെ വളഞ്ഞിട്ട് ഉള്ളിൽ നിൽക്കും, ആണിൻ്റെ വിരിഞ്ഞിങ്ങനെ വിടർന്ന് വെളിയിൽ നിൽക്കും. ഇത് വെച്ച് നമുക്ക് ആണും പെണ്ണും തിരിച്ചറിയാനും പറ്റും. അതുപോലെ തന്നെ ഈ മേളിൽ കാണുന്ന കാട്ടുപോത്തുകളെല്ലാം മനുഷ്യനാൽ ആക്രമിക്കപ്പെട്ടതല്ല. ഇതിനെയെല്ലാം ശരിക്കും പറഞ്ഞാൽ കടുവകൾ ആക്രമിച്ച് കഴിക്കുന്ന, കടുവയെ നമ്മൾ ഒരു ലിസ്റ്റിൽ കൊള്ളിക്കാം. അതായത് പ്ലാനിങ് കില്ലർ എന്ന് നമുക്ക് പറയാം. കടുവയെ നമുക്ക് പ്ലാനിങ് കില്ലർ എന്ന് പറയാം. കാരണം ഒരു കാട്ടുപോത്ത്, നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരു മുഴുത്ത കാട്ടുപോത്തിനെ ഒരിക്കലും കടുവയ്ക്ക് നേരിട്ട് ചെന്ന് ആക്രമിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ കടുവയ്ക്ക് ഏകദേശം എബോവ് 1300 kgs വരെ ബോഡി വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയം ഇതുങ്ങൾ കൊമ്പ് കൊണ്ട് ഇങ്ങനെ വെട്ടുന്ന സമയം കടുവയ്ക്ക് കുത്തുകൊണ്ടാൽ ചിലപ്പം കടുവ വരെ മരിച്ചു പോകാൻ സാധ്യതയുള്ളത്. അത് കാരണം കൊണ്ട് കടുവ ഇതുങ്ങളെ പതിങ്ങിരുന്ന് ഫോളോ ചെയ്യും. നമ്മൾ എത്രയോ യൂട്യൂബിലും ബാക്കി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ ഒക്കെ വീഡിയോ നമ്മൾ കാണുന്നതാണ്. അപ്പം ഇവർ പതിങ്ങിരുന്നിട്ട് 2 സ്ഥലം മെയിനായിട്ടും സ്പോട്ട് ചെയ്യും. ഒന്ന് കടിക്കുന്നത് അല്ലെങ്കിൽ നഖം കൊണ്ട് അടിച്ച് കീറി വിടുന്നത് ഇത് ഈ ഭാഗവും, ഒരെണ്ണം കറക്റ്റ് നമ്മുടെ ബാക്ക് സൈഡ് ഇവിടെയായിട്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലെ പട്ടി, പൂച്ച, ഇങ്ങനെ ഒരുപാട് ജീവികളെ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലോ കാലിലോ അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതുങ്ങൾ നാക്ക് കൊണ്ട് ഇങ്ങനെ നക്കി അത് ക്ലീൻ ചെയ്യും. ആ ക്ലീൻ ചെയ്യുന്ന സമയം ആ സ്ഥലത്തിലുള്ള അണുക്കൾ ആ ഉമിഴ്നീര് കൊണ്ട് അത് ശരിക്കും ക്ലിയർ ചെയ്യും. പെട്ടെന്ന് ആ സ്ഥലം ഡ്രൈ ആകുകയും ചെയ്യും. അപ്പോൾ ഈ കാട്ടുപോത്തിന് ഈ 2 സ്പോട്ടും തൊടാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 1 or 2 days അല്ലെങ്കിൽ 3 days വരെ ആകും. ആ സമയം ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂഹിക്കാനുള്ളതേ ഉള്ളൂ, ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. നമുക്ക് ദൈവം തന്നേക്കുന്നത് 2 കാലും 2 കൈയും. അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അതിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ കൈയായിട്ടേ കൂട്ടാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ? പുറകു വശം കാലായിട്ട്. അപ്പോൾ ടോട്ടൽ അത് 4 കാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയം ഇതുങ്ങൾക്ക് ആ പരുക്ക് കൊണ്ട സ്ഥലം ഏകദേശം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതിൽ നമ്മൾ ഒരു മെഡിസിനും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സ്വയമായിട്ട് അവനത് തുടച്ച് ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥലം ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ വേദനയുണ്ടാകും. വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നടക്കാൻ വയ്യാതെ വരും. അങ്ങനെ നടക്കാൻ പറ്റാത്ത പക്ഷത്തിൽ ഇവന് ആഹാരം എടുക്കാൻ പറ്റത്തില്ല. നടന്നാൽ മാത്രമല്ലേ തീറ്റ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ സോ ദാറ്റ് ഫുൾ ബോഡിയിലെ എനർജികൾ നഷ്ടപ്പെടും. ആ സമയമാണ് കടുവ അവനെ എളുപ്പത്തിൽ ആക്രമിക്കും. അങ്ങനെയാണ് പൊതുവെ കടുവകൾ ഇര പിടിക്കുന്നത്. ഇപ്പോഴും പലർക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ കടുവ
ചീഞ്ഞ മാംസം മാത്രമേ കഴിക്കത്തുള്ളൂ, അറിയാമല്ലോ. കാരണം കടുവയ്ക്ക് ഡൈജഷൻ കുറവാണ്. അത് കാരണം കൊണ്ട് ശരിക്കും കടുവ അത് അടിച്ചിട്ട് നല്ലപോലെ ആ മാംസം പഴുത്തതിന് ശേഷം അതിനെ ഭക്ഷിക്കും. അതാണ് അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ വനത്തിലുള്ള മൃഗങ്ങൾക്ക് ടെറിട്ടറി ഉള്ളത് നമ്മൾ ഈ പറയുന്ന കടുവ മാത്രമേ ഉള്ളൂ. പിന്നെ ആന, കാട്ടുപോത്ത്, മ്ലാവ്, കരടികൾ, ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഇങ്ങനെ അവർ ഭാവിയിൽ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ യൂട്യൂബറുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ പലരും, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 75 വർഷം തികയ്ക്കുക നമ്മുടെ പെരിയാർ ടൈഗർ സാങ്ച്വറി, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതൊക്കെ ഭാവിയിൽ പലർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞു തരുന്നത് വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വനത്തിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഓരോ സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കാണുന്ന എല്ലാം, അതായത് ഈ മൃഗങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് അവരുടെ പോപ്പുലേഷൻ ഇങ്ങനെ പെറ്റ് പെരുകുന്ന കാരണം കൊണ്ടാണ് മൃഗങ്ങൾ നമ്മളെ, ബാക്കിയുള്ള വന്യജീവികൾ നമ്മളെ ആക്രമിക്കാതിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം വനത്തിലെ മൃഗങ്ങളെക്കുറിച്ച് അപകടകാരിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതുങ്ങൾക്ക് അപകടം വരുത്താതിരിക്കും കാലം വരെ അവർ നമുക്ക് അപകടകാരികളല്ല. അതാണ് ഞാൻ ഈ 25 വർഷം കൊണ്ട് പഠിച്ച എൻ്റെ ഫ്യൂച്ചറിലെ ഒരു വലിയ സംഭവം. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മൾ മ്ലാവെന്ന് പറയും, അതായത് സാമ്പാർ ഡിയർ എന്ന് പറയപ്പെടുന്ന സാധനമാണ്. ഇതിനെ ഭക്ഷിക്കുന്ന ഒരു സംഭവം നമ്മൾ വൈൽഡ് ഡോഗ് ആണ്, വനത്തിലെ വൈൽഡ്, അത് അപൂർവമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു ജീവിയാണ് നമ്മളിപ്പോൾ നിലവിൽ. നേരത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ട്രക്കിങ്ങിൻ്റെ സമയത്ത് ഈ മ്ലാവിനെ വൈൽഡ് ഡോഗ് ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സെറ്റായിട്ട് അത് എടുക്കാമായിരുന്നു. അപ്പം വനത്തിൽ തന്നെ ഒരു മൃഗത്തിനെ ആഹാരത്തിന് വേണ്ടി പിടിക്കുന്ന ഒരു മൃഗത്തിനെ ജീവനോടെ ഭക്ഷിക്കുന്ന ഒരു ജീവി എന്ന് പറഞ്ഞാൽ വൈൽഡ് ഡോഗ് മാത്രമേ ഉള്ളൂ. പരമാവധി ഇവർ അപൂർവമായിട്ട് ഇവരെ ഓടിച്ചിട്ട് പിടിച്ച് കഴിക്കാറുണ്ട്. അല്ലാതെ പക്ഷത്തിൽ ഇവരെ വെള്ളത്തിൻ്റെ അകത്ത് ഓടിച്ച് മ്ലാവിനെ കൊണ്ട് ചാടിപ്പിച്ചിട്ട് പിന്നെ അവനെ ടയേർഡാക്കും. അവനെ നീന്താൻ പറ്റാതെ വരുമ്പോൾ ക്ഷീണിതരാകും. എന്നിട്ട് അവനെ ആക്രമിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയും ഇവരെ ആക്രമിച്ച് കഴിയും കൂട്ടത്തോടെ. കുറഞ്ഞത് നമ്മൾ കാണുമ്പോൾ ഒരു 3-4 കണ്ടതുപോലെ തോന്നും. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 10-20 എണ്ണം ഒരുമിച്ചിരുന്ന് ജീവൻ ഉള്ളപ്പോൾ തന്നെ, അതായത് നമ്മൾ ഇങ്ങനെ പറയല്ലോ, ഒരുത്തനെ ജീവനോടെ കത്തിച്ചു അല്ലെങ്കിൽ അങ്ങനെ ജീവനുള്ളപ്പോൾ തന്നെ കഷ്ടിച്ചെന്നല്ല എളുപ്പത്തിൽ കഴിച്ചു തീർക്കുന്ന ഒരു ജീവി എന്ന് പറയപ്പെടുന്നത് നമ്മൾ വൈൽഡ് ഡോഗാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വനത്തിൽ എല്ലാ മൃഗങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. അങ്ങനെ മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നേരെ കാട് കയറാൻ പോവുകയാണ്. അപ്പം നേരെ ആ പുൽമേട്ടിലോട്ടാണ് നമ്മുടെ യാത്ര. ആ മുകളിൽ നിൽക്കുന്ന ഒരു കൂട്ടം മ്ലാവുകളാണ് കേട്ടോ, അത്യാവശ്യം നല്ല ലോങ്ങിലാണ്. നമുക്ക് ഒരുപാടൊന്നും ടയേർഡാകത്തില്ല കേട്ടോ ഈ മല കയറുവാണെങ്കിൽ. കാര്യം അവിടെ സ്റ്റെപ്പ് പോലെയൊക്കെ ഇടയ്ക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് നടന്ന് കയറാം. പക്ഷെ ഇതിൻ്റെ മുകളിൽ വന്നാൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല, ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ശബരിമലയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ, പറ്റുന്നത്രയും സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, അടിപൊളി തണുത്ത കാറ്റും സൂപ്പർ വൈബ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു ട്രക്കിംഗ് പ്രോഗ്രാം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടുത്തെ 3 തരം ട്രക്കിംഗ് പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പുറകെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നല്ല കാറ്റാണ്, ക്യാപ്പൊക്കെ എന്നെ തന്നെ വന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. അൺഫോർച്ചുനേറ്റ്ലി നല്ല കോടയുള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ശബരിമല ഷൂട്ട് ചെയ്യാൻ വയ്യ. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, അവിടെ വൈറ്റ് കളറിൽ കാണാൻ പറ്റുന്നുണ്ട്. KFDC ഗവി എക്കോ ടൂറിസത്തിൻ്റെ ഒരു ട്രക്കിംഗ് റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രക്കിംഗ് റൂട്ട് നമ്മുടെ ഈ KFDC ഗവി എക്കോ ടൂറിസം, ഞങ്ങളുടെ എക്കോ ടൂറിസത്തിലുണ്ട്. നമ്മളിപ്പം പോകുന്നത് ഇതൊരു ഷോർട്ടാണ്. ഈ ഷോർട്ട് ട്രക്കിങ്ങിൽ നമുക്ക് ശബരിമല വ്യൂ പോയിൻ്റ് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ ഭയങ്കര മിസ്റ്റാണ്. അപ്പം മിസ്റ്റ് മാറുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരത്തിൽ ശബരിമലയുടെ ടൗൺഷിപ്പ് ലാൻഡ്സ്കേപ്പ് ഫുള്ളായിട്ടും എയർ ഡിസ്റ്റൻസിൽ കൂടി നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അതായത് കേരളത്തിൽ ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തവർക്ക് ഗവി എന്ന് പറയപ്പെടുന്ന ഈ ഒരു ലൊക്കേഷനിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ശബരിമല ഫുള്ളും നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും.
അടുത്ത ട്രക്കിംഗ് എന്ന് പറയപ്പെടുന്നത് മീഡിയം ട്രക്കാണ്. അത് ഒരു ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നമ്മൾ കാട്ടിൻ്റെ അകത്തായിരിക്കും. പിന്നെ ലോങ് ട്രക്കിംഗ് എന്ന് പറയപ്പെടുന്നത് ഏകദേശം ഒരു 8 കിലോമീറ്ററാണ്. ആ 8 കിലോമീറ്റർ നമുക്ക് 2 റിവർ ക്രോസിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് എക്കോ ടൂറിസത്തിലോട്ട് തിരിച്ചു വരും. അതായത് നമ്മൾ ഈ പറയുന്ന 3 ട്രക്കിങ്ങും ശരിക്കും പറഞ്ഞാൽ ഒരേ ട്രക്കിങ്ങിൽ പോയി തിരിച്ച് വരുന്നതല്ല. അത് നമ്മൾ ഒരു സ്ഥലത്തിൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്താൽ ആ ട്രക്കിങ് നമ്മൾ തിരിച്ചാണ്, അതായത് ഒരു സർക്കിൾ ഇങ്ങനെ കവർ ചെയ്താണ് കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നത്. അല്ലാതെ പോകുന്ന വഴിക്ക് തിരിച്ചു വരുന്ന ട്രക്കിങ് ഞങ്ങളുടെ എക്കോ ടൂറിസത്തിലില്ല. ഓക്കെ. അപ്പം എക്കോ ടൂറിസത്തിൽ നമ്മൾ മെയിനായിട്ടും കൊടുക്കുന്ന ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾവനത്തിലോട്ട് ഇങ്ങനെ, അതായത് മീൻസ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന സമയം വളരെയധികം നമ്മൾ വനത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനം എന്ന് പറയപ്പെടുന്നത് നിശബ്ദതയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മെല്ലെ ചോദിക്കാം. ഒന്ന്. രണ്ടാമത് സൗണ്ട് വെക്കാൻ പാടില്ല. പിന്നെ കാട്ടിൻ്റെ നിയമം എന്ന് പറയപ്പെടുന്നത് കാട്ടിൽ നിന്ന് നമ്മൾ ഒന്നും എടുക്കരുത്. കാട്ടിൽ നിന്ന് ഒന്നും എടുക്കാനും പാടില്ല. അതുപോലെ നമ്മുടെ കയ്യിലുള്ള സാധനം ഒന്നും ഈ കാട്ടിൽ ഉപേക്ഷിക്കാനും പാടില്ല. അപ്പം ഇതിന് അർത്ഥം എന്നാന്ന് വെച്ചാൽ കാട്ടിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലരും പോയിട്ട് ഇത് നല്ല ഒരു എന്തെങ്കിലും ഒരു ആയുർവേദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടികളെ നമ്മൾ പറിച്ചെടുക്കും. അത് നിയമപ്രകാരം തെറ്റാണ്, അത് എടുക്കരുത്. പിന്നെ നമ്മൾ പലരും ചോദിക്കും അപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താ ഇവിടെ ഇട്ടിട്ട് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം എന്താ പറയുക, നമ്മൾ കൂടുതലും ചെയ്യുന്ന ഒരു സംഭവം കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും വനമേഖലയിൽ അവോയ്ഡ് ചെയ്യാതെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് എൻ്റെ ഈ സാറിൻ്റെ മുഖാന്തരം കിട്ടിയാണ്ട് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ആങ്ങമൂഴിയിൽ നിന്ന് ഇതുപോലെ ഗവി വഴി യാത്ര ചെയ്ത് പോകുന്നവർക്ക് ഈ പറയുന്ന ട്രക്കിങ്ങോ ഇതിൻ്റെ അകത്ത് ബോട്ടിംഗ് ഉണ്ട്, മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ബോട്ടിങ്ങിൽ പോയി മാത്രമേ വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തുള്ളൂ. അത് KFDC പാക്കേജ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആങ്ങമൂഴി വഴി വൺ വേ ഒരു വെഹിക്കിൾ സഫാരിയാണ്. അത് അവർ സ്വന്തം വണ്ടിക്ക് വരുന്നവരുണ്ട്, KSRTC മൂലം വരുന്നവരുണ്ട്, അതല്ലാതെ ഉല്ലാസയാത്ര KSRTC വഴി യാത്ര ചെയ്ത് വരുന്നവരുണ്ട്. അവർക്ക് ഇതുപോലെ വഴിക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ല. ജസ്റ്റ് വണ്ടി യാത്ര ചെയ്ത് ഈ വ്യൂ മാത്രം കണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിക്കാണ് അത് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പല സ്ഥലത്തിലും കണ്ടിട്ടുണ്ട് ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ, സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഓൺ ദ വേ വനമേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, ഇതുപോലെ സംഭവങ്ങൾ ഒരിക്കലും നിങ്ങൾ വനമേഖലയിൽ ഉപേക്ഷിക്കരുത്. ചിലപ്പം നിങ്ങൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക് കിടപ്പുണ്ടാണെങ്കിൽ അത് നമ്മൾ വണ്ടി നിർത്തി എടുത്ത് നമ്മുടെ വണ്ടിയിൽ സൂക്ഷിച്ചിട്ട് വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്തിൽ ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിൽ നിങ്ങൾക്കത് ഡിസ്പോസ് ചെയ്യാം. അല്ലാതെ വശത്തിൽ നിങ്ങൾ ഒരിക്കലും കളയരുത്. അങ്ങനെ കളഞ്ഞാൽ ഈ വനത്തിൻ്റെ ഉള്ള ഈ പ്രകൃതി നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്നതായിരിക്കും. അത് കാരണം കൊണ്ട് പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അപ്പം തിരിച്ച് നമ്മൾ വേറൊരു വഴി, വന്ന വഴിയല്ല വേറൊരു വഴി നമ്മൾ താഴത്തോട്ട് പോകുകയാണ്. പക്ഷെ പോകുന്ന വഴിയിൽ നമ്മൾ ഓരോ ചെടിയിലും പൂവിലൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്നറിയാവോ? നമ്മൾ പോലും അറിയാതെ ഓരോ പുൽനാമ്പിലും ഓരോ ജീവജാലങ്ങൾ ഇരിപ്പുണ്ട്. അതാണ് ഈ കാടിൻ്റെ ഒരു പ്രത്യേകത. വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ എട്ടുകാലികളും മറ്റും. ഇത് കണ്ടോ, ഒരു പുൽനാമ്പിലിരിക്കുന്നതാണ്. നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു കാട്ടിൽ എന്തൊക്കെ ജീവജാലങ്ങളെ കാണാൻ പറ്റുമെന്നറിയുമോ? ഇതൊക്കെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഒരു ദിവസം മൊത്തം കാട്ടിൽ. അങ്ങനെ നമ്മൾ ആ മല ഇറങ്ങി വേറൊരു സ്ഥലത്ത് വന്നു. ഇപ്പം നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ച് കഴിച്ചിട്ട് ബാക്കി യാത്ര. അപ്പം നമ്മൾ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒരു ചെറിയ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ലഞ്ച് കഴിച്ചു. അടിപൊളി ഊണും നമ്മുടെ സാധാ നാടൻ ഊണൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഡാമിൽ കൂടി ഒരു ബോട്ടിംഗ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ ഈ വള്ളത്തിലിരുന്ന് ഈ ഡാമിനെ പറ്റിയും ഈ കാടിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈക്ക് ഓഫായിരുന്നു. ഓഫല്ല, മൈക്കിന് എന്തോ ഒരു പ്രോബ്ലത്തിൽ ഓണാകാതെ എന്തോ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും റെക്കോർഡായില്ല. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കാടിനപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, അങ്ങോട്ടാണ്. അല്ലാതെ ഗവിയിൽ വരുന്നവർക്ക് അങ്ങോട്ട് പോകാൻ അലൗഡ് അല്ല. ഈ പാക്കേജ് എടുത്ത് വരുന്നവർക്ക് ഈ വള്ളത്തിൽ കയറി നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാനും മറ്റും പറ്റും. പക്ഷേ ഈ തണുപ്പത്ത് ഒരു കാരണവശാലും നമ്മൾ കുളിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അമ്മാതിരി തണുപ്പാണ് ഗവിയിൽ. ഇത് കണ്ടോ, ഇത് അവിടെ നിന്ന് പോയിട്ട് വരുന്നവരാണ്. വെള്ളച്ചാട്ടമൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരുന്നവരാണ്. അപ്പം നമ്മളിതേ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക്. വെള്ളച്ചാട്ടം കണ്ട നല്ല അടിപൊളിയല്ലേ.
അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്ത വള്ളത്തിൽ കുറച്ച് ഫോറിനേഴ്സ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കാടിനെ പറ്റിയും അവരെങ്ങനെ എൻജോയ് ചെയ്തു, അവർക്ക് നമ്മുടെ നാട് ഇഷ്ടമായോ, ഗവി എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് വരാം. എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് കൊണ്ട് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് വരാം. ഞാൻ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല, എന്നാലും I will ask. You are from? Australia. Your name, please? Oliver. She is very shy. I already asked her. Ashlyn, I remember. Good memory. Your name? Tony. Your name? Harrison. Jen. How you feel about Gavi? And how you enjoy it? Really nice. Beautiful country. Have you seen any wild animals when you come here? We saw one elephant on the drive-in on the hill. I am bad luck. I didn't see. I am finding all place, but I didn't see. Yeah. This is for my YouTube channel. Hello guys. My channel name is Ashkar the Traveler. Please subscribe. Subscribe to Oscar the Traveller. Thank you, thank you. I am from Alleppey. Did you hear about Alleppey? Yes, we're very excited. We're going there in a couple of days' time. Okay, thank you. No worries. Thank you. Thanks for looking after us. Bye. Thanks. You are from? Australia. Your name, please? Oliver. She is very shy. I already asked her. Ashlyn, I remember. Good memory. Your name? Tony. Your name? Harrison. Jen. How you feel about Gavi? And how you enjoy it? Really nice. Beautiful country. Have you seen any wild animals when you come here? We saw one elephant on the drive-in on the hill. I am bad luck. I didn't see. I am finding all place, but I didn't see. Yeah. This is for my YouTube channel. Hello guys. My channel name is Ashkar the Traveler. Please subscribe. Subscribe to Oscar the Traveller. Thank you, thank you. I am from Alleppey. Did you hear about Alleppey? Yes, we're very excited. We're going there in a couple of days' time. Okay, thank you. No worries. Thank you. Thanks for looking after us. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പ്രായമന്യഭേദമില്ലാതെ ഡാമിൻ്റെ തൊട്ടരികത്ത് നല്ല തണുത്ത കാറ്റിലിരുന്ന് ഊഞ്ഞാലാടാനും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഞാനിവിടെ വന്ന ദിവസം ഒരു വെക്കേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷുണ്ട്. അതുകൊണ്ടാണ് റോഡിലൊന്നും വലുതായിട്ട് വന്യമൃഗങ്ങളെ കാണാഞ്ഞ. കാര്യം ഒരുപാട് വണ്ടികൾ ഇതുവഴി കയറി വരികയും മറ്റും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഗൈഡ് തന്നെ പറഞ്ഞു, ഇന്ന് ഇഷ്ടം പോലെ തിരക്കാ, സാധാരണയെക്കാട്ടി കൂടുതലാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. അത് വന്ന് നേരിട്ട് അനുഭവിച്ച് തന്നെ അറിയണം. എന്ത് തണുത്ത കാറ്റാണെന്നറിയാവോ. എന്തുകൊണ്ടും സുന്ദരവും പ്രകൃതി മനോഹാരിതമായ ഒരു ഗ്രാമം തന്നെയാണ് ഈ പത്തനംതിട്ടയിലെ ഗവി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5 മണിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് തിരിച്ച് യാത്ര തിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ ഒരു കാട്ടുപന്നി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അതിനെ ആരോ ഒക്കെ ഫീഡ് ചെയ്യുന്ന കാട്ടുപന്നിയാണെന്ന് തോന്നുന്നു. കാര്യം അതിനൊരു പേടിയും ഇല്ല, അത് നമ്മുടെ വണ്ടിയുടെ നേരെ തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവൻ്റെ നിപ്പ് കണ്ടിട്ട് നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാൻ ഒരു പേടി. കാരണം ടയറിൻ്റെ അടിയിലോട്ട് വല്ല ഓടി കയറുമോ, ആ ഒരു രീതിക്കാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് റോഡിന് സൈഡിലോട്ട് ഒതുങ്ങിയത്. തൊട്ടടുത്ത ഒരാൾ ഇതൊക്കെ ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, ഒരു മരത്തിൻ്റെ വേരിലിരുന്ന്. അങ്ങനെ പിന്നെ അവൻ കുറച്ച് പുറന്നോട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ വണ്ടിയുമായി മുന്നോട്ട് യാത്ര തുടങ്ങി. ഒരു 6 മണിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം. കാര്യം നമ്മളവിടെ എൻട്രി ചെയ്തിട്ടാണ് കയറിയത്. അപ്പോൾ അവർക്ക് നമ്മൾ ഇറങ്ങിയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ മുന്നോട്ടുള്ള യാത്ര ഇപ്പം നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ സൈഡിലാണുള്ളത്. പെരിയാർ ടൈഗർ റിസർവിൽ തന്നെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയും നമ്മൾ ആനയെയോ എന്തിനെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ രാത്രിയിലത്തെ ഇതിൽ കാട്ടുപോത്തിനെയൊക്കെ കണ്ടെങ്കിലും രാവിലെ ഗവിയിൽ നിന്ന് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഒരു നീൽഗിരി ലങ്കൂറിനെയാണ്. പിന്നെ ദേ ഇപ്പം കണ്ട കാട്ടുപന്നിയെയും. പിന്നെ നമ്മൾ കണ്ടില്ലേ മലമുകളിൽ ഒരുപാട് ദൂരത്ത് കുറച്ച് മ്ലാവൻ കൂട്ടങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് നിരാശയോടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഓപ്പോസിറ്റ് വന്നൊരു വണ്ടിയിൽ നിന്ന് ഒരാൾ പറഞ്ഞത്, പുൽമേട്ടിൽ 2 ആന നിൽപ്പുണ്ട്, നോക്ക് ഭാഗ്യമുണ്ടേ കാണാമെന്ന്. അപ്പോൾ അത് കേട്ടോടനെ തന്നെ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് മാക്സിമം വേഗം ആ പുൽമേട് തേടിയുള്ള യാത്രയിലാണിപ്പോൾ. പക്ഷെ പോകുന്ന വഴിയൊക്കെ ഇതേ കണ്ടില്ലേ, ആനപ്പിണ്ടം കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടപ്പുണ്ട്.
കാര്യം ആനപ്പിണ്ടം ഫ്രഷ് അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ പോയ ബസ്സെല്ലാം അതിൻ്റെ പുറത്ത് കയറി പോകേണ്ടതാണ്. ആനപ്പിണ്ടം അങ്ങനെ തന്നെ കിടപ്പുണ്ട്, ടയറിൻ്റെ പാടോ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് കുറച്ച് മുന്നിലായിട്ടൊരു പുൽമേട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മിക്കവാറും അദ്ദേഹം പറഞ്ഞ ആന അവിടെ തന്നെയായിരിക്കും ഉണ്ടാകുക. ദേ ഈ കാണുന്ന പുൽമേട്ടിൽ എവിടെയോ ആണ് ആന ഉള്ളത്. നല്ല ഗോൾഡൻ ലൈറ്റ് അടിച്ചിരിപ്പുണ്ട്. അടുത്തെങ്ങാനുമാണ് ആനയുള്ളെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽ എടുക്കാം. പക്ഷേ അല്ല, അത്യാവശ്യം ലോങ്ങിലാണ് ആന നിൽക്കുന്നത്. 2 എണ്ണം ഉണ്ട്. പെട്ടെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ അത് ആ മരത്തിൻ്റെ മറവിലോട്ട് മാറി. അതുമല്ല ഈ പുല്ലും ആ മരത്തിൻ്റെ മറവെല്ലാം കാരണം അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വണ്ടി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് എടുത്ത് നോക്കിയിട്ടും അത്ര ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ ഗവി വരെ വന്നിട്ട് ആനയെ കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം ഇതോടുകൂടി യാത്ര ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗവി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും നന്ദി. അപ്പം അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ.